ചോദ്യം ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് യുണൈറ്റഡ് നേഷൻസ്? UN-ന്റെ ഔദ്യോഗിക ഭാഷ അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. 2024 നടന്നൊരു ഡിഗ്രി പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. ഓക്കെ, എല്ലാവർക്കും ഉത്തരം കമന്റ് ചെയ്യാം. ഏതാണ്ട് ആൻസർ ഈ പറയുന്ന 4 സ്പാനിഷ് UN-ന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണോ? ആണ്. സ്പാനിഷ് UN-ന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. ഫ്രഞ്ച് UN-ന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണോ? യെസ്, ഫ്രഞ്ച് UN-ന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. അറബിക് UN-ന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണോ? യെസ്, അറബിക് ആണ്. പോർച്ചുഗീസ് ആണോ? പോർച്ചുഗീസ് UN-ന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് അല്ല. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, UN-ന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് എത്ര എണ്ണമാണ്? UN-ന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് എത്ര എണ്ണം ഉണ്ടാ? 6 എണ്ണമാണ്. അതിന് നമ്മളൊരു കോഡ് പഠിക്കാറുണ്ട്. എന്താണ്? ഫ്രെസ്ക എന്നൊരു കോഡ് പഠിക്കാറുണ്ടല്ലേ? ഫ്രെസ്ക FRESCA, ഫ്രെസ്ക എന്നൊരു കോഡ് പഠിക്കാറുണ്ട്. ഫ്രെസ്ക. ഓക്കെ, ഫ്രെസ്കയില് ഏതൊക്കെയാ വരുന്നേ? എഫ് എന്ന് പറഞ്ഞാൽ ഏതാ പിള്ളേരെ? എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഞ്ച് ആണ്. എഫ് എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് ആണ്. ആർ എന്ന് പറഞ്ഞാൽ ഏതാണ്? ആർ എന്ന് പറഞ്ഞാൽ റഷ്യൻ ആണ്. ഇ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷ് ആണ്. ഓക്കെ, അടുത്ത് എസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പാനിഷ് ആണ്. എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പാനിഷ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ സി എന്ന് പറഞ്ഞാൽ ഏതാണ്? സി എന്ന് പറഞ്ഞാൽ ഏതാ കുട്ടികളെ? സി എന്ന് പറഞ്ഞാൽ ചൈനീസ് ആണ്. ഓക്കെ, എ എന്ന് പറഞ്ഞാൽ ഏതാണ്? എ എന്ന് പറഞ്ഞാൽ അറബിക് ആണ് അല്ലെ? ഓക്കെ, അറബിക് ആണ്. അപ്പൊ ഇത്രയുമാണ് UN-ന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ്. 6 എണ്ണമുണ്ട്. ഫ്രഞ്ച്, റഷ്യൻ, ഇംഗ്ലീഷ്, സ്പാനിഷ്, അതുപോലെ ചൈനീസ്, അതുപോലെ അറബിക്. ഇങ്ങനെ 6 ഭാഷകൾ UN-നുണ്ട് കേട്ടോ. 6 ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് UN-ലുള്ളത്. ഓക്കെ, എങ്കിൽ നിങ്ങൾ പറയേണ്ട 1-2 കാര്യങ്ങൾ. ഇതിൽ ഏറ്റവും ഒടുവിലായി അംഗീകരിക്കപ്പെട്ട ഭാഷ ഏതാണ്? ഏറ്റവും ഒടുവിലായി അംഗീകരിക്കപ്പെട്ട ഭാഷ അറബിക്കാണ്. അറബിക്കിന് ഏത് വർഷമാണ് UN-ന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കിയത്? UN-ന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കിയ വർഷം 73. റൈറ്റ് ആണ്. 1973 UN-ന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് അറബി മാറിയത്. മനസ്സിലായോ? അപ്പൊ അറബിക്ക് 1973 UN-ന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് മാറിയത്. ഇനി ഇതിൽ തന്നെ UN-ന്റെ ദൈനംദിന കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഭാഷകൾ ഏതൊക്കെയാണ്? UN-ന്റെ ദൈനംദിന കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഭാഷകള് ഒന്ന് ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷ് മാത്രമാണോ? ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ് കേട്ടോ. ഓക്കെ, ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ് കേട്ടോ. ദൈനംദിന കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ്. ഒരു സെക്കൻഡ്. ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ്. ഓക്കെ, ഇനി അടുത്ത് നിങ്ങൾ പറയേണ്ടത് UN ദിനങ്ങളാണ്. UN ഭാഷാ ദിനങ്ങളാണ്. പിള്ളേരെ, UN-ന്റെ ഫ്രഞ്ച് ദിനം ഏതാണ്? UN-ന്റെ ഫ്രഞ്ച് ദിനം ഏതാണ്ടാ? UN-ന്റെ ഫ്രഞ്ച് ദിനം ഏതാണ്? ഏപ്രിൽ 30 ആണോ ഫ്രഞ്ച് ദിനം? ആർക്ക് പറയാം? വനദിനത്തിന് ഒരു ദിവസം മുമ്പാണ് UN-ന്റെ ഫ്രഞ്ച് ദിനം വരുന്നത്. ഓക്കെ, വനദിനം ഏതാ പിള്ളേരെ? ലോക വനദിനം മാർച്ച് 21 അപ്പൊ മാർച്ച് 21 ഒരു ദിവസം മുമ്പെന്ന് പറയുമ്പോൾ മാർച്ച് 20. ഫ്രഞ്ച് ഭാഷാ ദിനം മാർച്ച് 20. ഇത് ചോദിക്കുന്ന സാധനമാണ്, പഠിച്ചോണേ. മാർച്ച് 20 ആണ് കേട്ടോ. മാർച്ച് 20 ഫ്രഞ്ച് ഭാഷാ ദിനം മാർച്ച് 20 ആണ്. റഷ്യൻ ദിനം ഏതാണ്? പരിസ്ഥിതി ദിനത്തിന് ഒരു ദിവസം ശേഷം. പരിസ്ഥിതി ദിനം കഴിഞ്ഞിട്ട് ഒരു ദിവസത്തിന് ശേഷം. അത് 25 അപ്പൊ ജൂൺ 6 റഷ്യൻ ദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജൂൺ 6 റഷ്യൻ ദിനം ജൂൺ 6 ഓക്കെ, ഇനി ഇംഗ്ലീഷ് ദിനം എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് ഭാഷാ ദിനം ഭൗമദിനത്തിന് ഒരു ദിവസം ശേഷം. ഭൗമദിനം ഏതാ? ഭൗമദിനം ഏപ്രിൽ 23 ആണോ 22 ആണോ? ഏപ്രിൽ 22 ഭൗമദിനം. ഓക്കെ,
അതായത് ഇംഗ്ലീഷ് ഭാഷാ ദിനം ഏപ്രിൽ 23 കേട്ടോ. ഇംഗ്ലീഷ് ഭാഷാ ദിനം ഏപ്രിൽ 23 ഏപ്രിൽ 23 വേറൊരു ദിനവും കൂടിയാണ്, പുസ്തക ദിനമാണ് അല്ലേ? പുസ്തക ദിനമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷ് ഭാഷാ ദിനം ഏപ്രിൽ 23 കേട്ടോ. ഏപ്രിൽ 23 ഇംഗ്ലീഷ് ഭാഷാ ദിനം. ഏപ്രിൽ 23 കേട്ടോ. ഓക്കെ, അടുത്ത സ്പാനിഷ് ദിനം ഏതാണ്? സ്പാനിഷ് ദിനം, സ്പാനിഷ് നമ്മൾ ഈ പറഞ്ഞ 3 ഒരെണ്ണം ഉണ്ട്. മാർച്ച് 20 ജൂൺ 6 ഏപ്രിൽ 23 ആർക്ക് പറയാം? സ്പാനിഷ് ദിനവും ഏപ്രിൽ 23 സ്പാനിഷ് ദിനവും ഏപ്രിൽ 23 സ്പാനിഷ് ദിനവും ഏപ്രിൽ 23 ഓക്കെ, അടുത്ത ചൈനീസ് ദിനം ഏതാണ്? ചൈനീസ് ദിനം, ചൈനീസ് ദിനം അറിയോ ആർക്കെങ്കിലും? ചൈനീസ് ദിനം ഏപ്രിൽ 20 ചൈനീസ് ദിനം ഏതാണ് പിള്ളേരെ? ഏപ്രിൽ 20 ചൈനീസ് ദിനം. ഏപ്രിൽ 20 ചൈനീസ് ദിനം കേട്ടോ. ഓക്കെ, അടുത്ത് അറബിക് ദിനം ഏതാണ്? അറബിക് ദിനം, അറബിക് ദിനം. വേറൊരു ചോദ്യം തന്നെ, അതിൽ നിങ്ങൾ കണ്ടുപിടിച്ച് പറയോ? വേറൊരു ചോദ്യം ഞാൻ തരാം, അതിൽ നിന്ന് കണ്ടുപിടിച്ച് പറയണം കേട്ടോ. AB വാജ്പേയിയുടെ ജന്മദിനത്തിന് 7 ദിവസം മുമ്പ്, AB വാജ്പേയിയുടെ ജന്മദിനത്തിന് 7 ദിവസം മുമ്പ്. കണ്ടുപിടിച്ചു. AB വാജ്പേയിയുടെ ജന്മദിനം ഡിസംബർ 25 അല്ലേ? ക്രിസ്മസ് ദിനത്തില് ജന്മദിനം ആഘോഷിക്കുന്ന AB വാജ്പേയി ആണ്. അപ്പൊ അതിന് 7 ദിവസം മുമ്പെന്ന് പറയുമ്പം ഡിസംബർ 18. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് വരുമ്പോൾ ഈ ദിനങ്ങളുടെ ക്വസ്റ്റ്യൻ ഒക്കെ കാണും. ഇതൊന്ന് റിവിഷൻ ചെയ്ത് വെച്ചോണം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് UN ഒഫീഷ്യൽ ലാംഗ്വേജ് എത്ര എണ്ണമാണ്? 6 എണ്ണമാണ്. ഫ്രസ്ക എന്നൊരു കോഡിൽ നമ്മൾ പഠിക്കാറുണ്ട്. ഫ്രഞ്ച്, റഷ്യൻ, ഇംഗ്ലീഷ്, സ്പാനിഷ്, ചൈനീസ്, അതുപോലെ അറബിക്, ഇതൊക്കെയാണ് UN ഒഫീഷ്യൽ ലാംഗ്വേജ്. ഇതിൽ ഏറ്റവും ഒടുവിലായി UN ഒഫീഷ്യൽ ലാംഗ്വേജ് ആയത് അറബിക് ആണ്. 1973 അറബിക് എന്തായി മാറിയത്? UN ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് മാറിയത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ദൈനംദിന കാര്യങ്ങൾ UN മൈക്കോനാണ്. ദൈനംദിന കാര്യങ്ങളിൽ UN ഉപയോഗിക്കുന്നത് ഫ്രഞ്ചും അതുപോലെ തന്നെ ഇംഗ്ലീഷുമാണ് ദൈനംദിന കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ UN ദിനങ്ങളാണ് പറഞ്ഞത്. ഫ്രഞ്ച് ദിനം മാർച്ച് 20, റഷ്യൻ ദിനം ജൂൺ 6, ഇംഗ്ലീഷും സ്പാനിഷും ഏപ്രിൽ 23. ഇംഗ്ലീഷും സ്പാനിഷും ദിനം ഏതാണ്? ഏപ്രിൽ 23. അതുപോലെ തന്നെ ചൈനീസ് ഏപ്രിൽ 20, ചൈനീസ് ഏപ്രിൽ 20. അറബിക് ദിനം ഡിസംബർ 18, അറബിക് ദിനം ഡിസംബർ 18 കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് ഓർത്തിരിക്കുക, റിവിഷൻ ചെയ്ത് വെക്കുക കേട്ടാ. ഇത് ചോദിക്കുന്ന സാധനമാണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ശരി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം ഇങ്ങനെയാണ്: The National Waterway 3 originally extending from Kollam to Kottappuram was extended to which place as per National Waterways Act 2016? അതായത് ദേശീയ ജലപാത നിയമം 2016 പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാത 3 ഏത് സ്ഥലം വരെയാണ് നീട്ടിയത്? കുട്ടികളെ ആൻസർ ഓപ്ഷൻ സി കോഴിക്കോട്. ഓപ്ഷൻ സി കോഴിക്കോട്. ക്ലിയർ ആണ്. ഇവിടെ ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുക്കാൻ കാരണം എല്ലാവർക്കും ഈ ഒരു കാര്യം നന്നായിട്ട് അറിയാവുന്ന തന്നെയാണ്. ഞാൻ ക്വസ്റ്റ്യൻ എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം ദേശീയ ജലപാത നിയമം 2016 കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ നോക്കുക, ഇങ്ങനെയൊരു നിയമം നാഷണൽ വാട്ടർവേസ് ആക്ട് അത് ഏത് വർഷം എന്ന് കേട്ടാൽ 2016 ചോദ്യമാണ്, പ്രീവിയസ് ചോദ്യമാണ്. നാഷണൽ വാട്ടർവേസ് ആക്ട് ഏത് വർഷമാണ്? 2016 2016 ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഈ നാഷണൽ വാട്ടർവേസ് ആക്ടിൽ പറയുന്നത് ദേശീയ ജലപാതയുടെ വികസനം, നിയന്ത്രണം, പരിപാലനം. ഓക്കെ, അപ്പൊ എന്താണ് നാഷണൽ വാട്ടർവേസിന്റെ വികസനം അതുപോലെ തന്നെ പരിപാലനം അതുപോലെ തന്നെ നിയന്ത്രണം, ഈ വക കാര്യങ്ങൾ പറയുന്ന ഒരു നിയമമാണ് ദേശീയ ജലപാത നിയമം 2016. ഓക്കെ, വികസനം, പരിപാലനം, നിയന്ത്രണം. എന്തിന്റെ പിള്ളേരെ? ദേശീയ ജലപാതകളുടെ വികസനം, പരിപാലനം, നിയന്ത്രണം എന്നീ കാര്യങ്ങൾ പറയുന്നത് ഈ പറയുന്ന നാഷണൽ വാട്ടർവേസ് ആക്ട് 2016. ഓക്കെ, ഇത്
ആരാണ് ഈ ബില്ല്, അതായത് ദേശീയ ജലപാത നിയമ ബില്ല് ആരാണ് ലോകസഭയിൽ അവതരിപ്പിച്ചത്? ലോകസഭയിൽ അവതരിപ്പിച്ച ആരാണ്? ആരാണ്ടാ അറിയോ? പിള്ളേരെ, കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി 2016 കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന വ്യക്തി ആരാണ്? 2016 കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന വ്യക്തി ആരാണ്? ആരാണ് 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 അറിയോ? ഇപ്പോഴത്തെ ഗതാഗത വകുപ്പ് മന്ത്രി ആരുടെ? ഇപ്പോഴത്തെ ഗതാഗത വകുപ്പ് മന്ത്രി ആരാണ്? നിതിൻ ഗഡ്കരി. അദ്ദേഹം തന്നെയാണ്. അപ്പൊ ലോകസഭയിൽ ഇത് അവതരിപ്പിച്ചത് ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ നിതിൻ ഗഡ്കരിയാണ്. നിതിൻ ഗഡ്കരിയാണ് ഇത് അവതരിപ്പിച്ചത്. നിതിൻ ഗഡ്കരിയാണ് അവതരിപ്പിച്ചത്. ഓക്കെ, ലോകസഭയിൽ അവതരിപ്പിക്കുന്നു. ലോകസഭയിൽ അവതരിപ്പിച്ചത് 2015 മെയ് മാസം 5-നാണ്. മെയ് മാസം 5-നാണ് അവതരിപ്പിച്ചത്. മെയ് മാസം 5-നാണ് അവതരിപ്പിച്ചത്. 2015 ഡിസംബർ മാസം 21-ന് 2015 ഡിസംബർ മാസം 21-ന് ഈ ബില്ല് ലോകസഭ പാസ്സാക്കി. ഇമ്പോർട്ടന്റ് ആണ് ഞാൻ ഈ പറയുന്ന കാര്യം. ലോകസഭ 2015 ഡിസംബർ 21-ന് പാസ്സാക്കി. ഓക്കെ, രാജ്യസഭ പാസ്സാക്കുന്നത് 2016 മാർച്ച് മാസം 9-നാണ്. ഓക്കെ, അപ്പൊ രാജ്യസഭ 2016 മാർച്ച് മാസം 9-ന് പാസ്സാക്കി. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം, രാഷ്ട്രപതി പ്രസിഡന്റ് ഒപ്പുവെച്ചത് എപ്പോഴാണ്? പ്രീവിയസ് ചോദ്യമാണ്, ഡിഗ്രി ലെവലിൽ തന്നെ PSC ചോദിച്ചൊരു ചോദ്യമാണ്. 2016 ഒപ്പുവെച്ചത്. 2016 മാർച്ച് മാസം 25. 2016 മാർച്ച് മാസം 25-ന് രാഷ്ട്രപതി ഒപ്പുവെക്കുന്നു. ഈ ബില്ല് നിയമമായി മാറിയത്, ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചതോടെ അത് പാസ്സായി. എന്നാൽ നിലവിൽ വന്നത് 2016 ഏപ്രിൽ മാസം 12. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുക കേട്ടോ പിള്ളേരെ. ഓക്കെ, ശരി, നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. നമ്മളിപ്പോൾ പറഞ്ഞത് ദേശീയ ജലപാത നിയമം 2016-നെ കുറിച്ചാണ്. എന്താണ് ഈ നിയമം ലക്ഷ്യം വെക്കുന്നത് ഇട്ട് കഴിഞ്ഞാൽ ദേശീയ ജലപാതകളുടെ വികസനം, പരിപാലനം, നിയന്ത്രണം. ഇത് ലോകസഭയിലാണ് ആദ്യമായി അവതരിപ്പിച്ചത്. ലോകസഭയിൽ ആദ്യമായി അവതരിപ്പിക്കുന്നത് ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ ആ സമയത്തും ഈ സമയത്തും ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ടുള്ള നിതിൻ ഗഡ്കരിയാണ്. നിതിൻ ഗഡ്കരിയാണ് അവതരിപ്പിച്ചത്. നിതിൻ ഗഡ്കരി 2015 മെയ് മാസം 5 ലോകസഭയിൽ അവതരിപ്പിച്ച ഈ ബില്ല് 2015 ഡിസംബർ മാസം 21-ന് ലോകസഭ പാസ്സാക്കുകയും 2016 മാർച്ച് മാസം 9 രാജ്യസഭ പാസ്സാക്കുകയും 2016 മാർച്ച് മാസം 15 രാഷ്ട്രപതി ഒപ്പുവെക്കുകയും 2016 ഏപ്രിൽ 12-ന് നിലവിൽ വരികയും ചെയ്തു. 2016 ഏപ്രിൽ 12 നിലവിൽ വരികയും ചെയ്തു. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഒപ്പുവെച്ച രാഷ്ട്രപതി ആരെന്ന് പറഞ്ഞേ? ഒപ്പുവെച്ച രാഷ്ട്രപതി ആരാ? ഒപ്പുവെച്ച രാഷ്ട്രപതി? 2016 ആടെ രാഷ്ട്രപതി? ആരാ രാഷ്ട്രപതി? 2016 രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ആണോ? 2017 മുതൽ 22 വരെയല്ലേ രാംനാഥ് കോവിന്ദ്? ഒന്നാലോചിച്ച് നോക്കേ. 2017 മുതൽ 22 വരെയാണ് രാംനാഥ് കോവിന്ദ്. പ്രതിഭാ പാട്ടീൽ 2007 മുതൽ 2000, നിങ്ങൾ ഈ കൊച്ചു കുട്ടികളെ പോലെ ഒന്നും വിളിച്ച് പറയരുതേ. 2012 മുതൽ 17 വരെ രാഷ്ട്രപതിയായിരുന്നത് പ്രണബ് മുഖർജിയാണ്. 2012 മുതൽ 17 വരെ രാഷ്ട്രപതിയായിരുന്നത് പ്രണബ് മുഖർജിയാണ്. ഇതൊക്കെ ചോദ്യങ്ങളാണ്. പ്രണബ് മുഖർജിയാണ്. ഓക്കെ, പ്രണബ് മുഖർജിയാണ്. ഓക്കെ, ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത് ദേശീയ ജലപാത നിയമം 2016-നെ കുറിച്ചാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പലർക്കും ഇപ്പോൾ ഒരു മടിയാണ്. പഠിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം, എനിക്ക് അത്രേ പറയാവുള്ളൂ. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ. നന്നായിട്ട് ഈ നോട്ടൊക്കെ എഴുതിയെടുത്ത് റിവിഷൻ ചെയ്യുക. നിലവില് ഇന്ത്യയിൽ എത്ര എണ്ണം ഉണ്ടോ ദേശീയ ജലപാതകൾ? എത്ര എണ്ണം ഉണ്ട്? നാഷണൽ വാട്ടർവേസ് എത്ര എണ്ണം ഉണ്ട് നിലവിലുള്ളത്? എത്ര എണ്ണം അറിയോ ആരെങ്കിലും? 5 എണ്ണമാണോ? 111 എണ്ണം. 111 എണ്ണം, തെറ്റിക്കരുത്. 111 എണ്ണമാണുള്ളത്. 111 എണ്ണം. നിലവില് 111 ദേശീയ ജലപാതകൾ ഇന്ത്യയിലുണ്ട്.
2016 നിയമപ്രകാരം 106 ജലപാതകൾക്കാണ് ദേശീയ ജലപാത പദവി നൽകിയത്. മനസ്സിലായ? അതായത് 2016 106 ജലപാതകൾക്കാണ് ദേശീയ ജലപാത പദവി നൽകിയത്. 106 ജലപാതകൾക്കാണ് ദേശീയ ജലപാത പദവി നൽകിയത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്കറിയാം ആദ്യത്തെ ജലപാത നാഷണൽ വാട്ടർവേ 1, അത് നമുക്കറിയാം ഏറ്റവും നീളം കൂടിയതാണ്. അതൊക്കെ നമുക്കറിയാം. എപ്പോഴാണ് ഈ ദേശീയ ജലപാത 1 അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു ജലപാതയെ ദേശീയ ജലപാതയെ പ്രഖ്യാപിച്ച വർഷം, തീയതി ഒന്ന് പറഞ്ഞേ. അറിയാമെങ്കിലും 1986 എപ്പോഴും 1986 നാഷണൽ വാട്ടർവേ 1 1986 എന്തായിട്ട് പ്രഖ്യാപിക്കുന്നത്? 86 ആ ഇന്ത്യയിൽ ആദ്യത്തെ ദേശീയ ജലപാതയെ പ്രഖ്യാപിക്കുന്നത്. ഡേറ്റ് അറിയുവാക്കെങ്കിലും വയലാറിന്റെ ചരമദിനമാണ് ആ ഡേറ്റ്. വയലാറിന്റെ ചരമദിനം ഏതാ? വയലാറിന്റെ ചരമദിനം ഒക്ടോബർ 27. 1986 ഒക്ടോബർ 27 കേട്ടോ. 1986 ഒക്ടോബർ 27 എന്ത് ചെയ്തത്? ഇന്ത്യയിലെ ഒരു ജലപാതയെ ആദ്യമായിട്ട് ദേശീയ ജലപാതയെ പ്രഖ്യാപിക്കുന്നത്. 1986 ഒക്ടോബർ 27 NW1 നിലവിൽ വന്നത്. മനസ്സിലായല്ലോ? മനസ്സിലായി. ഓക്കെ, ഇനി ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഈ ഡേറ്റിൽ തന്നെ വേറൊരു പ്രധാനപ്പെട്ട സംഭവവും നമ്മുടെ രാജ്യത്ത് ആരംഭിച്ചിട്ടുണ്ട്. ഏതാണ്ടാ? പിള്ളേരെ നോയിഡ ഉത്തർപ്രദേശിലെ നോയിഡയില് ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി, ഉത്തർപ്രദേശിലെ നോയിഡയില് ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി ഇത് ആരംഭിച്ചതും ഈ തീയതിയിൽ തന്നെയാണ്. 1986 ഒക്ടോബർ 27 തന്നെയാണ് നോയിഡയിലെ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി ആരംഭിച്ചത്. അതേ ഡേറ്റിൽ തന്നെയാണ് NW1 ദേശീയ ജലപാതയായിട്ട്, ഇന്ത്യയിൽ ആദ്യത്തെ ദേശീയ ജലപാതയായിട്ട് പ്രഖ്യാപിക്കുന്നത്. ക്ലിയർ ആണ്? ഇനി അടുത്ത് ഞാൻ വേറൊരു ചോദ്യം ചോദിക്കുകയാണ്. NW3 കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജലപാതയാണ് NW3. ഈ NW3 എപ്പോഴാണ് പ്രഖ്യാപിച്ചത്? NW3 ഏത് വർഷമാണ് പ്രഖ്യാപിച്ചത്? NW3 പ്രഖ്യാപിച്ചത് 1993 ഫെബ്രുവരി 1 NW3 പ്രഖ്യാപിക്കുന്നത് 1993 ഫെബ്രുവരി 1 പ്രഖ്യാപിക്കുന്നത്. ഈ NW3 3 കനാലുകൾ ഉൾപ്പെടുന്നുണ്ട്. NW3 3 കനാലുകൾ ഉൾപ്പെടുന്നുണ്ട്. അതിൽ ഒന്ന് പശ്ചിമ തീര കനാൽ. ഒന്ന് പശ്ചിമ തീര കനാൽ, നമ്മൾ തന്നെ പറയും വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് പറയും അല്ലെ? പശ്ചിമ തീര കനാൽ അല്ലെങ്കിൽ വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് പറയും. പശ്ചിമ തീര കനാൽ. രണ്ടാമത്തത് ചമ്പക്കര കനാൽ. മൂന്നാമത്തത് ഉദ്യോഗമണ്ഡൽ കനാൽ. ഓക്കെ, അപ്പൊ നമ്മുടെ കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജലപാതയാണ് NW3. 1993 ഫെബ്രുവരി 1 NW3 ദേശീയ ജലപാത പദവി ലഭിക്കുന്നത്. ഓക്കെ, 3 പ്രധാനപ്പെട്ട കനാലുകൾ NW3 ഭാഗമാണ്. ഒന്ന് പശ്ചിമ തീര കനാൽ, രണ്ടാമത്തെ ചമ്പക്കര കനാൽ, മൂന്നാമത്തെ ഉദ്യോഗമണ്ഡൽ കനാൽ. ക്ലിയർ ആണേ? ഓക്കെ, ക്ലിയർ ആണ്. ശരി, അപ്പൊ അത്രയും ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ NW3 കുറിച്ചും പറഞ്ഞു, അതുപോലെ തന്നെ ഈ പറഞ്ഞ 2016 നിയമം നിലവിൽ വന്ന വർഷം, തീയതി, അതൊക്കെ പറഞ്ഞു. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റിലേക്ക് പോകാമല്ലോ? ഡൗട്ട് വല്ലതും ഉണ്ടോ ഇതിൽ? ആക്കെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഏതെങ്കിലും ഒന്നുകൂടെ പറയണോ? അവിടെ വേണ്ടല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. What projection is used in the Survey of India topographical maps? Lambert conformal conic, Mercator polyconic, azimuthal equidistant. സർവേ ഓഫ് ഇന്ത്യയുടെ ടോപ്പോഗ്രഫിക്കൽ മാപ്പുകളിൽ ഉപയോഗിക്കുന്ന പ്രൊജക്ഷൻ ഏതാണ്? 2 or 3 തവണ ഇതേ ചോദ്യം PSC ചോദിച്ചിട്ടുണ്ട്. സർവേ ഓഫ് ഇന്ത്യയുടെ ടോപ്പോഗ്രാഫിക്കൽ മാപ്പുകളിൽ ഉപയോഗിക്കുന്ന പ്രൊജക്ഷൻ കുട്ടികളെ പഠിച്ചിരിക്കുക, മസ്റ്റായിട്ട് പഠിച്ചിരിക്കുക. പോളികോണിക് ആണ് ആൻസർ. പോളികോണിക്. വളരെ പോളികോണിക് ആണ് ആൻസർ. ഏതാണ്? പോളികോണിക്.
സർവേ ഓഫ് ഇന്ത്യയുടെ ടോപ്പോഗ്രാഫിക്കൽ മാപ്പുകളിൽ ഉപയോഗിക്കുന്ന പ്രൊജക്ഷൻ എന്ന് വെച്ചാൽ പോളികോണിക് ആണ്, പോളികോണിക്. ഓക്കെ, സർവേ ഓഫ് ഇന്ത്യയുടെ ഈ ഇതൊക്കെ നമുക്ക് സ്കൂൾ ടെക്സ്റ്റ് ബേസ് ചെയ്ത് തന്നെ നമുക്ക് പഠിക്കാൻ കഴിയും, ഈസിയാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ ഒരു കാര്യം കാണിച്ചു തരാം, അതൊന്ന് ജസ്റ്റ് നിങ്ങൾ ഓർത്തിരുന്നോണേ ഈ പറയുന്ന കാര്യങ്ങൾ. അതായത് ദ സർവേ ഓഫ് ഇന്ത്യ ടോപ്പോഗ്രാഫിക്കൽ മാപ്സ് പ്രൈമർലി യൂസ് ദ പോളികോണിക് പ്രൊജക്ഷൻ. അതൊന്ന് ഓർത്തോണം. അപ്പൊ പോളികോണിക് പ്രൊജക്ഷൻ ആണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. വേറെ കളർ എടുക്കട്ടെ. പോളികോണിക് പ്രൊജക്ഷൻ ആണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്ന കുട്ടികളെ യൂസ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ കീ പോയിന്റ്സ് ഓഫ് അബൌട്ട് സർവേ ഓഫ് ഇന്ത്യ മാപ്സ്, പ്രൊജക്ഷൻ പോളികോണിക് ആണ്. ഉപയോഗിക്കുന്ന ഡേറ്റം ഏതെന്ന് കേട്ട് കഴിഞ്ഞാൽ എവറസ്റ്റ് ഡേറ്റമാണ് കേട്ടോ. അതൊന്ന് ഓർത്തോണേ, ഏത് ഡേറ്റമാണ് ഉപയോഗിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ എവറസ്റ്റ് ഡേറ്റമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഡേറ്റം എന്താണെന്ന് അറിയാലോ നിങ്ങൾക്ക്? ഡേറ്റവും ഡേറ്റയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഡേറ്റവും ഡേറ്റയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ആ ഡേറ്റയുടെ സിംഗുലാർ ഫോമാണ് ഡേറ്റം അല്ലേ? ആ ഡേറ്റയുടെ സിംഗുലാർ ഫോമാണ് ഡേറ്റം എന്നാണ്. ഓക്കെ, അപ്പൊ ഉപയോഗിക്കുന്ന ഡേറ്റം എവറസ്റ്റ് ആണ്, പ്രൊജക്ഷൻ പോളികോണിക് ആണ്. സ്കെയിൽസ് നോക്കിയോ, സ്കെയിൽസ് ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെ ലെവലിലാണ് സ്കെയിൽസ് ലഭിക്കുന്നത് കേട്ട് കഴിഞ്ഞാല് 1:2,50,000, 1:2,50,000. അതുപോലെ തന്നെ 1:50,000, അതുപോലെ തന്നെ 1:25,000. ഈ സ്കെയിലുകളിലാണ് സർവേ ഓഫ് ഇന്ത്യയുടെ ടോപ്പോഗ്രാഫിക്കൽ മാപ്പുകൾ ലഭിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ 3 കാര്യങ്ങൾ, അതായത് പ്രൊജക്ഷൻ എഴുന്നിട്ടാൽ പോളികോണിക് ആണ്, ഡേറ്റം എഴുന്നിട്ട് കഴിഞ്ഞാൽ എവറസ്റ്റ് ആണ്, അതുപോലെ തന്നെ ഏതൊക്കെ സ്കെയിൽസ് എന്ന് കേട്ട് കഴിഞ്ഞാൽ 1:2,50,000, 1:50,000, അതുപോലെ 1:25,000. അപ്പൊ ഇതൊക്കെയാണ് സ്കെയിലുകൾ. ഈ 3 കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചോണം, നിങ്ങൾക്ക് ചോദിക്കുന്നതാണിത്. പല തവണ ചോദ്യം വന്നിട്ടുണ്ട്, വീണ്ടും ചോദ്യം വരും. ഓക്കെ, ക്ലിയർ ആണ്. ശരി, അടുത്ത ക്വസ്റ്റ്യൻ നല്ലൊരു ചോദ്യമാണ്. നന്നായിട്ട് വായിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളും അല്ലാത്തതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉത്തരം കണ്ടുപിടിക്കുക. Find out the instruments of monetary policy in India. Marginal standing facility rate, deficit financing, statutory liquidity ratio, taxation policies. Yes. നമ്മൾ ഓരോ കാര്യം പഠിക്കുമ്പോൾ ഞാൻ പറയും പിള്ളേരെ, നമ്മൾ ഇതൊക്കെ പഠിക്കുമ്പോൾ പോലും നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന പല കാര്യങ്ങളും പഠിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ നമ്മൾ അഡീഷണൽ പഠിക്കാൻ പോകുന്നൊരു കാര്യമാണത്. ഓക്കെ, നമ്മളിപ്പോൾ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് മോണിറ്ററി പോളിസി എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ബാങ്ക് റേറ്റ്, അങ്ങനെ നമ്മൾ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇതെല്ലാം ഇതിന്റെ ഇൻസ്ട്രുമെന്റ്സ് തന്നെയാണ്. പക്ഷെ അതൊക്കെ പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ പഠിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ അതിൽ പഠിച്ചിട്ടുള്ള ഒരേ ഒരു സാധനമായിരിക്കും കാണുന്നത്, അത് ഏതാണ്ടാ? സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആണല്ലേ? അല്ലേ? ഇതിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതിൽ, അതായത് നമ്മുടെ ഈ ഒരു കാര്യം പഠിക്കുന്ന സമയത്ത് ഇൻസ്ട്രുമെന്റ്സ് ഓഫ് മോണിറ്ററി പോളിസി, അതായത് പണനയത്തിന്റെ ഉപകരണങ്ങൾ, ഇന്ത്യയിലെ പണനയത്തിന്റെ ഉപകരണങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുള്ളത് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം, അത് വെച്ചിട്ട് തന്നെ നമുക്ക് എഴുതാൻ പറ്റും നോക്കാം. പേനയുടെ മഷി നോക്കിക്കോട്ടെ. ഓക്കെ, നമുക്കിപ്പോൾ അറിയാം എന്തായാലും SLR അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ഇതിന്റെ ഒരു ഭാഗമാണ്, അതായത് പണനയത്തിന്റെ ഉപകരണമാണ് നമുക്കറിയാം. അപ്പൊ അതുള്ള ഓപ്ഷൻസ് നോക്കിയാൽ മതി നമുക്ക്. ഓപ്ഷൻ ബിയിൽ അതുണ്ട്, ഓപ്ഷൻ സിയിലും അതുണ്ട്. ഓക്കെ, ബാക്കി രണ്ടിടത്തും ഇല്ല. അപ്പൊ എയും ഡിയും വെട്ടിക്കളയാം, എയും ഡിയും വെട്ടിക്കളയാം. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുമ്പം ഓപ്ഷൻ ബിയിൽ വരുന്നത് മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി റേറ്റ്, അതും ഈ പറഞ്ഞ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോയുമാണ് ഓപ്ഷൻ ബിയിൽ വരുന്നത്. എന്നാൽ ഓപ്ഷൻ സിയിൽ മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി റേറ്റും അതുപോലെ ഡെഫിസിറ്റ് ഫിനാൻസിങ്ങും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഈ മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി റേറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി റേറ്റ് എന്താണെന്ന് അറിയാവോ? വളരെ സിമ്പിൾ ആണ് പിള്ളേരെ മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ച് കേട്ടോണേ. അംഗീകൃത സർക്കാർ സെക്യൂരിറ്റികൾ ഈട് വെച്ചുകൊണ്ട്
ഒറ്റ രാത്രി കൊണ്ട് റിസർവ് ബാങ്കിൽ നിന്നും വാണിജ്യ ബാങ്കുകൾ കടമെടുക്കുന്ന റേറ്റിനെയാണ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? ഓക്കെ, ശ്രദ്ധിച്ചു കേട്ടോണേ. അംഗീകൃത അതായത് ഓതറൈസ്ഡ് ഗവൺമെന്റ് കടപ്പത്രങ്ങൾ, അതായത് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, അംഗീകൃത ഗവൺമെന്റ് സെക്യൂരിറ്റികള് ഈട് വെച്ചുകൊണ്ട് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിന്ന് ഒറ്റ രാത്രി കൊണ്ട് കടമെടുക്കുമ്പോൾ ഈടാക്കുന്ന റേറ്റ് ആണ് ഈ പറയുന്ന മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. നിലവിലെ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ് എത്രയാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? എത്രയാണ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ്? 6.80 ആണോ? 6.75 ചേഞ്ച് ആയിട്ടില്ലല്ലോ. 6.50 ആയിട്ടില്ലല്ലോ. അത് 6.75 എന്നാണ്. 6.75 ആണെന്ന് എൻ്റെ ഒരു ഓർമ്മ. ചേഞ്ച് ഉണ്ടെങ്കിൽ ഞാൻ പറയും കേട്ടോ. 6.75 എന്നാണ് കേട്ടോ. 6.75. ഓക്കെ, അതായത് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ് 6.75 എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ചേഞ്ച് ആയിട്ടെന്നാണ് നോക്കുന്നത്. റീസെന്റ് ആയിട്ട് നോക്കിയപ്പോഴും ഞാൻ അതാണ് കണ്ടത്. ഓക്കെ, മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കാം. ഓക്കെ, അപ്പൊ എന്താണ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ്? നിങ്ങൾക്ക് മനസ്സിലായോ എന്താണെന്ന്? മനസ്സിലായി? ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ പിള്ളേരെ. അംഗീകൃത ഗവൺമെന്റ് സെക്യൂരിറ്റികൾ ഈട് വെച്ചുകൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിന്ന് കടമെടുക്കുമ്പോൾ ഈടാക്കുന്ന പലിശ നിരക്കിനെയാണ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഇത് പണനയത്തിന്റെ ഒരു ഉപകരണം തന്നെയാണ്. ലെഫ്റ്റ് ആയിക്കോ. ഓക്കെ, ക്ലിയർ ആണല്ലോടാ? മനസ്സിലായ? ഒന്നുകൂടെ പറയണോ? ആർക്കെങ്കിലും? വേറെ ഒന്നുമില്ല. ഞാനൊരു കൊമേഴ്ഷ്യൽ ബാങ്കാണെന്ന് വിചാരിക്കുക, നിങ്ങൾ റിസർവ് ബാങ്കാണെന്ന് വിചാരിക്കുക. എൻ്റെ കയ്യിൽ അംഗീകൃത ഗവൺമെന്റ് സെക്യൂരിറ്റികളുണ്ട്. ഞാൻ ഈ രാത്രി അത് ഈട് വെച്ചുകൊണ്ട് നിങ്ങളിൽ നിന്ന് പൈസ കടം എടുക്കുകയാണ്. അപ്പം നിങ്ങൾ ഈടാക്കുന്ന പലിശയാണ് എന്ത്? മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? നിലവിലത് 6.75 ആണ്. ഓക്കെ, മാറിയിട്ടില്ലെന്ന് എൻ്റെ വിശ്വാസം. മാറ്റുണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യും കേട്ടോ. MSF എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആണ്? ശരി, അപ്പൊ അത് മനസ്സിലായല്ലോ. അപ്പൊ അത് പണനയത്തിന്റെ ഒരു ഉപകരണം തന്നെയാണ്. അപ്പം 1, 3 കറക്റ്റ് ആണ്. നമുക്കിനി ഡെഫിസിറ്റ് ഫിനാൻസിങ് എന്താണെന്ന് മനസ്സിലാക്കണം. എന്താണ് ഡെഫിസിറ്റ് ഫിനാൻസിങ്? ഡെഫിസിറ്റ് എന്ന വാക്ക് ഉദ്ദേശിക്കുന്നത് എന്താണ്ടാ? ഡെഫിസിറ്റ് എന്ന വാക്ക് എന്താണ്? ഫെബ്രുവരി 6.50 ആയ? 6.50 6.50. ഓക്കെ, ക്ലിയർ ആണ്? ഡെഫിസിറ്റ് ഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ കമ്മി അല്ലേടാ? കമ്മി. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയും മനസ്സിലാക്കേണ്ടത്. അതായത് ഗവൺമെന്റിന്റെ കമ്മി ബജറ്റ് എന്ന് വെച്ചാൽ എന്തിനാണ്? കമ്മി ബജറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്ത് കൂടുതൽ എന്ത് കുറവ്? കമ്മി ബജറ്റ് എന്ന് പറയുമ്പോൾ വരവ് കുറവ്, ചെലവ് കൂടുതൽ. ഓക്കെ, വരവ് കുറവും ചെലവ് കൂടുതലുമാണ് ഏത്? ഈ പറയുന്ന കമ്മി ബജറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കമ്മി ബജറ്റ് നികത്തുന്നതിന് വേണ്ടിയിട്ട്, ഗവൺമെന്റിന്റെ കമ്മി ബജറ്റ് നികത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണ് ഡെഫിസിറ്റ് ഫിനാൻസിങ് എന്ന് പറയുന്നത്. മനസ്സിലായ? ഡെഫിസിറ്റ് ഫിനാൻസിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് കേട്ട് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഈ ബജറ്റ് കമ്മി അല്ലെങ്കിൽ കമ്മി ബജറ്റ് നികത്തുന്നതെന്ന് കേട്ട് കഴിഞ്ഞാല്, ഗവൺമെന്റിന്റെ ട്രഷറി ബില്ലുകള് ഈടായി സ്വീകരിച്ചുകൊണ്ട് റിസർവ് ബാങ്ക് എന്ത് ചെയ്യും? ഗവൺമെന്റിന്റെ കമ്മി മാറ്റാനുള്ള പരിപാടിയാണ്. ട്രഷറി ബില്ലുകൾ ഈടായി സ്വീകരിച്ചുകൊണ്ട് റിസർവ് ബാങ്ക് എന്ത് ചെയ്യും? കുട്ടികളെ പറ, റിസർവ് ബാങ്ക് എന്ത് ചെയ്യും? ഡെഫിസിറ്റ് ഫിനാൻസിങ് ആണ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പണം കടം കൊടുക്കോ? ആര് പറയും കറക്റ്റ് ഉത്തരം? ഇത്ര ഞാൻ പറഞ്ഞു തന്നു. ഗവൺമെന്റിന്റെ ട്രഷറി ബില്ലുകൾ ഈടായി സ്വീകരിച്ചുകൊണ്ട് റിസർവ് ബാങ്ക് എന്ത് ചെയ്യുമെന്നാണ് എന്റെ ചോദ്യം.
റിസർവ് ബാങ്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻസിൽ ഒന്ന് നിങ്ങൾ പറഞ്ഞാൽ ഉത്തരമായി. ആയിപ്പയാ അല്ല അല്ല, റിസർവ് ബാങ്കിന്റെ ഫങ്ഷൻസ് ഒന്ന് ആലോചിച്ച് പറ പിള്ളേരെ. കിട്ടുന്നില്ല? നോട്ട് അച്ചടിച്ചിറക്കും. കറൻസി നോട്ട് അച്ചടിച്ചിറക്കും. നോട്ട് അച്ചടിച്ചിറക്കും. ഓക്കെ, ക്ലിയർ ആണ്. അതാണ് ഡെഫിസിറ്റ് ഫിനാൻസിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കമ്മി ധനസഹായം എന്ന് മലയാളത്തിൽ പറയുന്നത് കേട്ടാ. ഡെഫിസിറ്റ് ഫിനാൻസിങ് അല്ലെങ്കിൽ കമ്മി ധനസഹായം എന്ന് പറയും. ഇത് പണനയത്തിന്റെ ഒരു ഉപകരണമല്ല. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓൺലി 1 and 3. ക്ലിയർ ആണല്ലോ? ശരി, അപ്പൊ നോക്കിയോ പിള്ളേരെ, നമ്മുടെ ചോദ്യം ഇതായിരുന്നു, ഫൗണ്ട് ഔട്ട് ദ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് മോണിറ്ററി പോളിസി ഇൻ ഇന്ത്യ. അപ്പൊ നമ്മൾ പറഞ്ഞു മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ് ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, അതുപോലെ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോയും ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഓക്കെ, അപ്പൊ ആൻസർ ഓൺലി 1 and 3 ആണ്. ഇനി എന്താണ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തന്നു. അംഗീകൃത ഗവൺമെന്റ് സെക്യൂരിറ്റികൾ ഈടായി നൽകിക്കൊണ്ട് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിന്നും ഒറ്റ രാത്രി കൊണ്ട് പണം കടമെടുക്കുമ്പോൾ ഈടാക്കുന്ന റേറ്റ് ആണ് ഈ പറയുന്ന മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത് എന്താണ് ഡെഫിസിറ്റ് ഫിനാൻസിങ് എന്ന് കേട്ടപ്പോൾ കേൾക്കുകയാണെങ്കിൽ ഗവൺമെന്റിന്റെ കമ്മി ബജറ്റ് വരുമ്പോൾ സമയത്ത്, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ വരവ് കുറവും ചെലവ് കൂടുതലുമായിട്ടുള്ള ബജറ്റ്, കമ്മി ബജറ്റ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ തന്നെ ട്രഷറി ബില്ലുകൾ ഈടായി സ്വീകരിച്ചുകൊണ്ട് റിസർവ് ബാങ്ക് എന്ത് ചെയ്യും? നോട്ട് അച്ചടിച്ചിറക്കുന്നതിനെയാണ് എന്ത് പറയുന്ന കുട്ടികളെ? ഡെഫിസിറ്റ് ഫിനാൻസിങ് അല്ലെങ്കിൽ കമ്മി ധനസഹായം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തിനാണ് ഡെഫിസിറ്റ് ഫിനാൻസിങ് അല്ലെങ്കിൽ കമ്മി ധനസഹായം എന്ന് മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. ഗവൺമെന്റിന്റെ കമ്മി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിക്രമമാണ് ഡെഫിസിറ്റ് ഫിനാൻസിങ് എന്ന് പറയുന്നത്. അതെങ്ങനെ നേടി കഴിഞ്ഞാൽ ട്രഷറി ബില്ലുകൾ ഈടായി സ്വീകരിച്ചുകൊണ്ട് റിസർവ് ബാങ്ക് നോട്ട് അച്ചടിച്ചിറക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായല്ലോ? ഓക്കെ, മറ്റത് 650 ഉറപ്പ് തന്നെ. നോക്കട്ടെ, ഇത് കുറച്ച് ഒരു MSF റേറ്റ് ടുഡേ. MSF മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി ഉറപ്പ് തന്നെ. റിവേഴ്സ് റിപ്പോ ഒക്കെ അല്ലേ മാറിയത്? റിവേഴ്സ് റിപ്പോ മാറിയില്ല. റിപ്പോ ഞാൻ ചെക്ക് ചെയ്തിട്ട് ഗ്രൂപ്പ് ഇട്ടിരിക്കാമേ കേട്ടാ. റിസർവ് ബാങ്കിന്റെയിലും 6.75 കാണിക്കുന്നത്. ഞാൻ നോക്കിയിട്ട് ഗ്രൂപ്പ് ഇട്ടിരിക്കാം. ഓക്കെ, അടുത്ത ദിവസത്തിലേക്ക് പോവാടാ. ഇതിൽ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുകൂടെ പറയണോ വേണ്ടേ? വേണോ? ആകെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, അടുത്ത ദിവസത്തിലേക്ക് പോവാം. ഓക്കെ, ടാക്സേഷൻ പോളിസി എന്താണെന്ന് മനസ്സിലായല്ലോ? ടാക്സേഷൻ പോളിസി നികുതിയുമായി ബന്ധപ്പെട്ട നികുതി നയങ്ങൾ, നികുതി ഈടാക്കുന്നത്, നികുതി നിരക്ക് മാറ്റുന്നത്, അതുമായി ബന്ധപ്പെട്ട പോളിസിയാണ് ടാക്സേഷൻ പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തോ. What does the government do in a contractionary fiscal policy? ഒരു സങ്കോചപരമായ ധനനയത്തിൽ സർക്കാർ എന്താണ് ചെയ്യുന്നത്? കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസിയിൽ സർക്കാർ എന്താണ് ചെയ്യുന്നത്? കണ്ടുപിടിക്കൂ. ഓക്കെ പിള്ളേരെ, ഈ കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ മലയാളത്തിൽ സങ്കോച നയം എന്ന് പറയും. കോൺട്രാക്ഷണറി പോളിസി അല്ലെങ്കിൽ സങ്കോച നയം എന്ന് പറയും. എന്താ പിള്ളേരെ? സങ്കോച നയം എന്ന് പറയും. ഓക്കെ, സങ്കോച നയം എന്ന് പറയും. നിങ്ങൾ ഇപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഈ സങ്കോച നയം ഗവൺമെന്റ് സ്വീകരിക്കുന്നത്
പണപ്പെരുപ്പം കുറയ്ക്കാനാണ്. പണപ്പെരുപ്പം കുറയ്ക്കാനാണ് സമ്പദ് വ്യവസ്ഥയിലെ പണപ്പെരുപ്പം കുറയ്ക്കാനാണ് സങ്കോച നയം സ്വീകരിക്കുന്നത്. ഓക്കെ, പണപ്പെരുപ്പം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിൽ എന്താ ചെയ്യാൻ പറ്റുന്നത് സർക്കാരിന്? സമ്പദ് വ്യവസ്ഥയിൽ ഓപ്ഷൻസ് നോക്കിയേ, സമ്പദ് വ്യവസ്ഥയിൽ പണം അധികമുണ്ട്. അപ്പൊ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സർക്കാരിന് ഈ ഓപ്ഷനിൽ എന്താ ചെയ്യാൻ പറ്റുന്നത്? ഉയർന്ന സർക്കാർ ചെലവും കുറഞ്ഞ നികുതികളും ചെയ്താൽ, ഓപ്ഷൻ എ, അതായത് ഹയർ ഗവൺമെന്റ് സ്പെൻഡിങ് ആൻഡ് ലോവർ ടാക്സസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന പണപ്പെരുപ്പം കുറയ്ക്കാൻ കഴിയുമോ? ഇല്ല. ഓക്കെ, കുറഞ്ഞ സർക്കാർ ചെലവും കുറഞ്ഞ നികുതികളും, അതായത് ലോവർ ഗവൺമെന്റ് സ്പെൻഡിങ് ആൻഡ് ലോവർ ടാക്സസ് ചെയ്യാൻ കഴിയുമോ? പണപ്പെരുപ്പം കുറയ്ക്കാൻ കഴിയുമോ? ഇല്ല, കുറയില്ല. ഉയർന്ന സർക്കാർ ചിലവും ഉയർന്ന നികുതികളും, ചെലവും കൂടുതൽ നികുതിയും കൂടുതൽ, പണപ്പെരുപ്പം കുറയ്ക്കാൻ കഴിയോ? ഇല്ല. ഓക്കെ, സർക്കാർ ചിലവുകൾ കുറയ്ക്കുകയും നികുതി കൂട്ടുകയും ചെയ്യുകയാണെങ്കിൽ പണപ്പെരുപ്പം കൂട്ടാൻ കഴിയും. ഓക്കെ, അല്ല കുറയ്ക്കാൻ കഴിയും. സോ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ മനസ്സിലാക്കേണ്ടത് എന്താണ് കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി എന്നാണ്. കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസിയെ നമ്മൾ സങ്കോച നയം എന്ന് പറയും. പണപ്പെരുപ്പം കുറയ്ക്കാൻ വേണ്ടിയിട്ട്, സമ്പദ് വ്യവസ്ഥയിലെ പണപ്പെരുപ്പം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ ധനകാര്യ മന്ത്രാലയം സ്വീകരിക്കുന്ന ഒരു നയമാണ് കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. ആ സമയത്ത് ഇത്രയേ ഉള്ളൂ, എന്താണ്? സർക്കാർ ചെലവുകൾ കുറയ്ക്കും, നികുതി കൂട്ടും. സർക്കാർ ചെലവുകൾ കുറയ്ക്കുകയും നികുതി കൂട്ടുകയും ചെയ്യും. അപ്പൊ ആ സമയത്ത് നമുക്ക് പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ കഴിയും. മനസ്സിലായോ പിള്ളേരെ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? അതൊന്നുകൂടെ പറയണോ? ക്ലിയർ ആണേ? എല്ലാവർക്കും ഓക്കെ ആണേ? ശരി, ഒന്നുകൂടെ പറയണോ ആർക്കെങ്കിലും? ലാസ്റ്റ് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. സങ്കോച നയം അല്ലെങ്കിൽ കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പണപ്പെരുപ്പം കുറയ്ക്കാനുള്ള ഒരു മാർഗമാണ്. പണപ്പെരുപ്പം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ, സർക്കാർ ചിലവുകൾ കുറയ്ക്കുകയും നികുതി കൂട്ടുകയും ചെയ്യും ഗവൺമെന്റ്. ഫിസ്ക്കൽ പോളിസി മുന്നോട്ട് വയ്ക്കുന്നത് നമുക്കറിയാം ഗവൺമെന്റ് ആണ്. മോണിറ്ററി പോളിസി മുന്നോട്ട് വയ്ക്കുന്നത് ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് ആരാണ്ടാ? അത് നമ്മുടെ സെൻട്രൽ ബാങ്ക് ആണ്, അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ആണ്. ഓക്കെ, സെറ്റ് അല്ലേ ഇത്രയും കാര്യങ്ങൾ? ശരി, അപ്പൊ നമ്മൾ 5 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത് കേട്ടാ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, അപ്പൊ ഈ രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരും. ഓരോ ചോദ്യവും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വെക്കുക. ഈ രീതിയിൽ തന്നെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരും. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.